Voice of Marketing, in touch with positive people. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ടീം വർക്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞതല്ലേ. ടീം വർക്ക്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, 1+1 എത്രയാ? 2. എന്നാൽ മാർക്കറ്റിംഗിൽ 1+1 11. എല്ലാവർക്കും അറിയാവുന്ന ഒരാളുണ്ട് മലയാള സാഹിത്യത്തിൽ, വൈക്കം മുഹമ്മദ് ബഷീർ. വളരെയധികം റീഡബിലിറ്റി ഉള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം തന്നെ ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന. പാത്തുമ്മയുടെ ആട് എന്ന അദ്ദേഹത്തിന്റെ നോവലില് അനന്തരവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്നും എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് എത്രയാണെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയും 2 എന്ന് പറയും. അല്ല, ഇമ്മണി വലിയ 1 എന്ന് മറുപടി പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അവിടെ ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നു. ഒരു കൂട്ടായ്മ, അത് വേർതിരിച്ച് കാണാതെ ഒരു കൂട്ടായ്മ, ഒരു യൂണിറ്റി എഫക്റ്റ് അവിടെ വരുന്നു. ദാറ്റ് ഈസ് സിനർജി എഫക്റ്റ്. നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം. ഒരാൾക്ക് 30 കിലോ വെയിറ്റ് എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഒരാൾക്ക് 30 കിലോ. അപ്പോൾ അതുപോലെയുള്ള 2 പേർ ചേർന്നാൽ 60 കിലോ വെയിറ്റ് അവർക്ക് എടുത്തു പോക്കാൻ സാധിക്കും. എന്നാൽ ഈ 2 പേർ കൂടി ചേർന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്ത്, അവരെ ബാലൻസ് ചെയ്ത്, അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവർ 2 പേരും കൂടി ചേരുമ്പോൾ 100 കിലോ എടുത്തു പൊക്കാൻ സാധിച്ചു എന്ന് വരും. ഇതാണ് സിനർജി എഫക്റ്റ്. ഈ 40 കിലോ എന്ന് പറയുന്നതാണ് സിനർജി എഫക്റ്റ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ കേവലം വ്യക്തികളാണ്. പക്ഷെ ഒന്നിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഒരു ശക്തിയാണ്, ഒരു പവറാണ്. ഒരു ടീം പവറിനെ കുറിച്ചിട്ടാണ് സിനർജി എഫക്റ്റിൽ പറയുന്നത്. നമ്മൾ ഈ റിലേ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ റിലേ അതാണ് ഓടി വരുന്നത്. അപ്പോൾ ഒരു ടീം ഉണ്ടാവും നമ്മൾ. അപ്പോൾ ആ സ്റ്റമ്പ്, കയ്യിൽ കിട്ടുന്ന സ്റ്റമ്പ് വളരെ സൂക്ഷ്മതയോടെ, വളരെ കെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ കൈ നീട്ടി പിടിക്കുന്ന സുഹൃത്തിനെ കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ട് നമ്മൾ അവിടുന്ന് മാറുകയാണ്. നമ്മുടെ ജോലി കഴിച്ച് നമ്മൾ മാറി പിന്നെ ആസ്വദിക്കുകയാണ്. ഒരു 3, 4, 5 ആളുകൾ ഉണ്ടാവും റിലേ ഓടാൻ. അത് നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കുന്നുണ്ടാവും. പഴയ ആളുകളൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കൊക്കെ അറിയാൻ പറ്റും റിലേ ഓടുന്ന കാര്യമൊക്കെ. ഇപ്പൊ പുതിയ കുട്ടികൾക്ക് അറിയാൻ കേട്ടോ, എങ്കിൽ പോലും പറഞ്ഞു വെച്ചത്. അപ്പോൾ ആ റിലേയിലും ഒരു ടീം വർക്ക് ഉണ്ട്. ഒന്നിച്ച് ചേർന്നാൽ ഏത് മലയും പൊക്കാം എന്ന് പറഞ്ഞ പോലെ ഓരോ മനസ്സോടെ ഓരോ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് നിന്നാൽ എന്തും നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. അതിനെയാണ് സിനർജി എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു റീറ്റെയിൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലായാലും ഈ സിനർജി എഫക്റ്റ് നന്നായിട്ടുണ്ട്. നമുക്ക് എങ്ങനെ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഓർഗനൈസേഷനിലെ ഒരു ടീമായിട്ട്, പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, അവർ ഒന്നിച്ച് നിന്നാൽ മാത്രമാണ് അതിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു കസ്റ്റമർ ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ ആ കസ്റ്റമർക്ക് പല രീതിയിലുള്ള ഡൗട്ട്സുകൾ ഉണ്ടാവും. ആ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അതിന്റെ വാറണ്ടിയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയാൻ കഴിവുള്ള വ്യക്തികളുണ്ട്. ഇതിന്റെ സർവീസ് വാറണ്ടി, ആഫ്റ്റർ സർവീസിൽ ഇങ്ങനെയൊക്കെ സേവനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഗ്യാരണ്ടി കാലാവധി ഇത്ര വർഷമാണ്. ആ പ്രോഡക്റ്റിന്റെ ടെക്നിക്കൽ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ടെക്നിക്കൽ സ്റ്റാഫ് ആ സ്ഥാപനത്തിൽ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ഈ ടെക്നിക്കലായ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് ആ കസ്റ്റമറിന്റെ അടുത്ത് ബോധ്യപ്പെടുത്താൻ ശ്രമം നടത്തും. ശരിയാണല്ലോ. പിന്നെ പ്രൈസ് പാറ്റേണിലേക്ക് വരുമ്പോൾ പ്രൈസ് എന്താണ്, ഇതാണ് ഡിസ്കൗണ്ട്, സ്കീമുകളെ കുറിച്ച് കൃത്യമായ ഓഫറുകൾ പറയും. ഇത് എടുക്കുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒപ്പം തന്നെ ഒരു പ്രോഡക്റ്റ് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കൂപ്പൺ കിട്ടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മറ്റൊരു സെയിൽസ് പേഴ്സൺ പറഞ്ഞ് ധരിപ്പിക്കുന്നു. ഒപ്പം തന്നെ അവസാനം ഇത് തീരുമാനം എടുത്തിട്ട് ലാസ്റ്റ് മൊമെന്റിലെത്തി. അപ്പോൾ ചിലപ്പോൾ ഓണം ഇടപെടേണ്ടി വരും. ഒരു പ്രൈസ് നെഗോസിയേഷൻ വന്നു, നെഗോസിയേഷൻ ചെയ്ത് ഒരു പ്രൈസ് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ നെഗോസിയേഷൻ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റാഫ് അത് നെഗോഷ്യബിൾ റൈറ്റ് ആക്കി, അതിന് റൈറ്റ് ഉള്ള ഒരു വ്യക്തി അത് നെഗോഷ്യബിൾ റൈറ്റ് ഇട്ട്
ലാസ്റ്റ് ക്ലോസിങ്ങിന്റെ സ്റ്റേജിലേക്ക് വന്നു. ഇവിടെ ഒരു സിനർജി പവറാണ് നമ്മൾ കാണുന്നത്. ഇതെന്താണ് ഇവിടെയുള്ള സിനർജി എഫക്റ്റ് എന്ന് പറയുന്നത്? ഒരു റീറ്റെയിൽ ഷോപ്പിലാണെങ്കിൽ അതിന്റെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് പറയാൻ കേപ്പബിലിറ്റി ഉള്ള ആള് അതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. ആ സമയം വാറന്റിയെ കുറിച്ചും ഗ്യാരണ്ടിയെ കുറിച്ചും പറയുന്ന വ്യക്തിക്ക് ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് പറയാനുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല, നോളജ് ഉണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങൾ വാറന്റിയും ഗ്യാരണ്ടിയെ കുറിച്ച് അദ്ദേഹം പറയുന്നു. നെക്സ്റ്റ് വൺ, ഇതിന്റെ നെഗോസിയേഷൻ സ്കില്ല് കൃത്യമായിട്ടുള്ള വ്യക്തി അതിന്റെ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതർ ബെനിഫിറ്റിനെ കുറിച്ചിട്ട് പറയുന്നു. ലാസ്റ്റ് ക്ലോസിംഗ് സമയത്തേക്ക് വരുമ്പോൾ അതിന്റെ ബോസോ ഓണറോ ഇടപെട്ട് ഒരു ചെറിയ ക്യാഷ് ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കുന്നു. ഇത് എല്ലാവരും കൂടി ചേർന്ന് ഒരു ടീമായിട്ട് നിന്നപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. വളരെ സഡനായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ചിലപ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ അവിടെ ഒരു ടീമായി നിൽക്കാതെ ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ഇത്രമാത്രം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാ വശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ആ കസ്റ്റമറെ ധരിപ്പിച്ച് അത് ക്ലോസിങ്ങിലേക്ക് സഡനായിട്ട് എത്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇതിനെയാണ് സിനർജി എഫക്റ്റ് എന്ന് പറഞ്ഞത്. ഒരു സ്ഥാപനത്തിലെ ഒരു ഓർഗനൈസേഷനിലെ എല്ലാവരും ഓരോ ലക്ഷ്യത്തിന് വേണ്ടി, ഓരോ എയിമിന് വേണ്ടി, ഓരോ മനസ്സോടെ സക്സസ് ആകുക എന്ന ലക്ഷ്യത്തോടെ വിജയത്തിന് വേണ്ടി ഒന്നായി ചേർന്ന് ആ ഗോള് അച്ചീവ് ചെയ്യുന്നു. അങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരാൾ പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ വന്നാൽ അതിന് നോളജ് ഉള്ള ആള് സംസാരിച്ച് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇല്ലേ? ഒരു ടീം വർക്ക് ആകുമ്പോൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത്, അല്ലേ? ഒരാൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും, ഒരാൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കാം, ഒരാൾക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കാം, ഒരാൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരുണ്ടാവാം, ഒരാൾക്ക് നല്ല ബോഡി ലാംഗ്വേജ് ഉള്ള വ്യക്തികളുണ്ടാകാം. അവരെ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ കസ്റ്റമർക്ക് തോന്നും. അതിന്റെ ക്ലോസ് സ്റ്റേജിലേക്ക് വരുമ്പോൾ വളരെ സ്മൈലോടെ പുഞ്ചിരിച്ച് ആ ബോസ് ആ ഫണ്ട് മേടിച്ചിട്ട് ഒരു നെഗോഷ്യബിൾ പ്രൈസ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ അത് ക്ലോസിംഗിലേക്ക് വരാം. അപ്പോൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ ക്വാളിറ്റികളുമാണ് ഉള്ളത്. ആ ക്വാളിറ്റികളും കഴിവുകളും ഒന്നായി ചേർന്ന് അവിടെ സക്സസ് ഉണ്ടാകുന്നു, അവിടെ വിജയം ഉണ്ടാകും. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം മോർ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ് മോർ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്? വളരെ പെട്ടെന്ന് ക്ലോസിങ് നടക്കുന്നു, ഒരു കസ്റ്റമർ ലാഗ് ആകുന്നില്ല, പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് കസ്റ്റമർ വരുന്നു, അപ്പൊ അത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നു. ഒരു ടീം സ്പിരിറ്റോടെ ആ ടീം ഒരു പാഷനായിട്ട് ഒരു ജോലി, ഒരു വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറഞ്ഞ പോലെ ജോലി ഒരു പ്രാർത്ഥന തന്നെയാണ്. അപ്പൊ ആ ജോലിയെ ഒരു പാഷനായിട്ട് കണ്ട്, ആ ജോലിയെ ഒരു ടീം വർക്കായിട്ട് കണ്ട്, ആ ടീമിൽ സക്സസ് ആവുമ്പോൾ എല്ലാവരും അതിൽ ആഹ്ലാദം പങ്കിടുമ്പോൾ അതിലൊരു സന്തോഷമല്ലേ? ഞാൻ ആദ്യം പറഞ്ഞ റിലേ അവസാനം ടേണിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ ടീം സക്സസ് ആകുമ്പോൾ അവർക്കുള്ള ആഹ്ലാദം, അങ്ങനെയൊക്കെ കുറച്ച് ആഹ്ലാദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ടീം സ്പിരിറ്റ് ഒന്നാണെന്നുള്ളൊരു ഭാവം, നമ്മുടെ ഓർഗനൈസേഷൻ ഒന്നാണ്, നമ്മുടെ റീറ്റെയിൽ ഷോപ്പ് ഒന്നാണ്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഒന്നാണ്, നമ്മൾ സർവീസ് ഇൻഡസ്ട്രിയിൽ ഒന്നിച്ച് നിന്ന് നമ്മൾ എയിമിലേക്ക് കുതിക്കുന്നവരാണ് എന്നുള്ള ആ ധാരണ ഒരു ഓർഗനൈസേഷൻ നടത്തുന്നവര്, ഒരു ബിസിനസ് നടത്തുന്നവര് ആ ടീം വർക്ക് ബിൽഡപ്പ് ചെയ്യാൻ, ആ ടീം വർക്കിലെ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തെടുക്കാനും വളരെ ഫോക്കസ്ഡ് ആയാൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ സക്സസ് ആവും, വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സിനർജി എഫക്റ്റ് ഒരു മോഡേൺ ബിസിനസ് സ്ഥാപനത്തിൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഈ തരത്തിൽ ഒരു സിനർജി എഫക്റ്റ് ഉണ്ടോ? നിങ്ങൾ ഒരു ടീമായിട്ട് തന്നെയാണോ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യുന്നത്? അതുപോലെ തന്നെ സെയിൽസിൽ മാത്രമല്ല, ഫിനാൻസിലായാലും ഓപ്പറേഷനായാലും ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും ഈ സിനർജി എഫക്റ്റ്, കാരണം ഒരാൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ ആ മിസ്റ്റേക്ക് തിരുത്തി കൊടുത്ത് അയാളെ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് മാറ്റുകയും ഗോൾ അച്ചീവ്മെന്റ് ചെയ്യാൻ വളരെ സഡനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും ഈ സിനർജി എഫക്റ്റ് കൊണ്ട്. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.